നമസ്കാരം. അവരെന്നെ പൊക്കിക്കൊണ്ട് പോവാനാ ചെയ്തത്. ഞാൻ പറഞ്ഞു മോളെ ഇത് എന്തായാലും ഹസ്ബൻഡിനോട് പറയണം. അപ്പൊ ആൾക്ക് പേടി. ഒരു എക്സസൈസിന്റെ കാര്യമായിട്ട് സ്മൂത്ത് ആയിട്ട് അത് നടക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റ് എന്നാണ് പറയണത്, പക്ഷെ എനിക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. ഇന്ന് ഒരു പ്രത്യേക അനുഭവ കഥ പറയുവാനാണ് ഞാനും എൻ്റെ 2 ക്ലയൻസായ സുകന്യയും സുകന്യയുടെ ഭർത്താവ് മണിയും ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യോത്തര സെഷൻ എന്ന രീതിയിൽ ഞാൻ സുകന്യയോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സുകന്യ അതിന് നിങ്ങൾക്ക് തരുന്ന ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. സുകന്യയുടെ ഹസ്ബൻഡ് മണിക്ക് മലയാളം അത്ര നല്ല വശമില്ല. ആൾ തമിഴിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ ആൾ എന്തായാലും ഇവിടെ വീഡിയോയുടെ മുന്നിൽ ഇരിപ്പുണ്ട്. ഇവർക്ക് 2 പേർക്കും എല്ലാവരും ഒരു വലിയ കയ്യടി കൊടുക്കേണ്ടതാണ്. കാരണം ഇവരുടെ പ്രശ്നങ്ങൾ പോലെ പ്രശ്നങ്ങളുള്ള ധാരാളം ദമ്പതികൾ അവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇവർക്ക് അത് അറിയുക മാത്രമല്ല, ഇനി അവർക്കൊരു മോട്ടിവേഷൻ ആവണം. നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവർക്കും ഇതേപോലെ ഡോക്ടറെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മോട്ടിവേഷൻ ആവണം. ലജ്ജിച്ച് വിഷമിച്ച് സ്വയം കുറ്റപ്പെടുത്തി ഇരിക്കരുത് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഇവർ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. മുഖം കാണിക്കരുതെന്ന് അവർക്ക് ഒരു ആഗ്രഹമുണ്ട്. അവർ നിർബന്ധമൊന്നും പറഞ്ഞില്ല. അവർ ആഗ്രഹം പറഞ്ഞപ്പോൾ ആ ആഗ്രഹം മാനിക്കേണ്ടത് നമ്മുടെ ഒരു കർത്തവ്യമാണല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഫുൾ മുഖം മാത്രമല്ല ഫുൾ സ്ക്രീൻ തന്നെ കുറച്ച് ബ്ലർ ചെയ്ത് ആ രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമസ്കാരം, എൻ്റെ പേര് സുകന്യ. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരികയാണ്. ട്രിവാൻഡ്രത്തിലാണോ ഇല്ല തമിഴ്നാട്ടിലാണോ? ട്രിവാൻഡ്രത്തിനും തമിഴ്നാട്ടിനും ബോർഡർ. നമസ്കാരം, മണിയെ. എത്ര വയസ്സായി നിങ്ങൾക്ക് രണ്ടാർക്കും? എനിക്ക് 29 വയസ്സാകുന്നുണ്ട്. എൻ്റെ ഭർത്താവിന് 39 വയസ്സാകും. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമാകുന്നുണ്ട്. അപ്പൊ മലയാളമൊക്കെ പഠിച്ചത് എങ്ങനെയാണ്? ആ ട്രിവാൻഡ്രം ഭാഗത്ത് ഉള്ള ആൾക്കാർ അവിടെ കുറെ ഉള്ളത് കൊണ്ടാണോ മലയാളം പഠിച്ചത്? മണിക്ക് മലയാളം അറിയോ? സാരമില്ല. അപ്പൊ മണി അവിടെ വെറുതെ ഇരിക്കാനെങ്കിലും കൂട്ടിയത് വലിയ കാര്യം അല്ലേ. നമുക്ക് സുകന്യയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പം സുകന്യയുടെ കല്യാണം എങ്ങനെ, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ ഇല്ല ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഓക്കെ. അപ്പൊ എത്ര വയസ്സിലായിരുന്നു കല്യാണം കഴിഞ്ഞത്? എനിക്ക് 22 കഴിയാറായപ്പോഴാണ് കല്യാണമായത്. അപ്പം വീട്ടുകാർ കല്യാണം ആലോചിച്ച് വന്നപ്പം സുകന്യക്ക് കല്യാണത്തിനോട് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല? കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നോ ഇല്ലാന്നുണ്ടായിരുന്നോ? ഇല്ലാന്നുണ്ടായിരുന്നു. അതെന്താ? എനിക്ക് ചെറുപ്പത്തില് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊക്കെ ഞാൻ ചോദിക്കാം. അപ്പൊ പറയുമല്ലോ അല്ലേ? എന്തായിരുന്നാലും ഓക്കെ. ഈ കല്യാണത്തിനോടാണ് ഇഷ്ടമില്ലാത്ത ഇല്ല കല്യാണത്തിനോട് ഇഷ്ടമില്ലായിരുന്നു ആ സമയത്ത്? കല്യാണത്തോടെ തന്നെ ഇഷ്ടമുണ്ടായിരുന്നു. കല്യാണത്തിനോട് തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല അല്ലേ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് സുകന്യ മണിയുടെ കൂടെ നാഗർകോവിലേക്ക് വന്നു. അപ്പൊ നാഗർകോവിലിൽ വന്ന് നിങ്ങൾ 2 പേരും ഒരുമിച്ച് താമസം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു പ്രശ്നം ഉണ്ടായത്? എനിക്ക് ആദ്യമൊക്കെ ഏട്ടൻ അടുത്ത് വരുമ്പോൾ ഒട്ടും ഞാൻ അടുത്ത് വരാൻ സമ്മതിക്കാണ്ട് അടിക്കാനൊക്കെ തുടങ്ങി. അടുത്ത് വരിക എന്ന് പറയുമ്പോൾ ജസ്റ്റ് കൈ പിടിച്ചാൽ പോലും പ്രശ്നം ഉണ്ടായിരുന്നോ? അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കൈ പിടിക്കുമ്പോൾ ഹഗ് ചെയ്യാനൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലാണ്ട് ഒരു ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഒരു സമയത്താണ് ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങിയത്. ഉപദ്രവിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഒരുപാട് പുറകോട്ടൊക്കെ പോവാറുണ്ടായിരുന്നെ. അപ്പോ ഏട്ടൻ എന്നെ കുറച്ച് ഒരു സ്നേഹ രീതിയിൽ എന്നെ മുമ്പിലേക്ക് വലിക്കും. എന്നാലും ആ സമയത്ത് ദേഷ്യം വന്നിട്ട് ഏട്ടനെ അടിക്കാനൊക്കെ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടായി അല്ലേ. അങ്ങനെ എത്ര നാള് അങ്ങനെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഡോക്ടറെ അടുത്ത് വല്ലതും പോയത്? ഒരു 1.5 കൊല്ലമൊക്കെ ഉണ്ടായിരുന്നേ. 1.25 വർഷം നിങ്ങൾ എവിടെയും പോയില്ല? അപ്പൊ നിങ്ങൾ 2 പേരും തമ്മിൽ ഇത് പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാവുമായിരുന്നു? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റാത്തതെന്ന് മണിയൻ ഇങ്ങനെ സുകന്യയോട് ചോദിക്കുമ്പോൾ സുകന്യക്ക് എന്താ മറുപടി ഉണ്ടായിരുന്നത്? എന്താ പറയുമായിരുന്നത്? ഞാൻ പറയും എനിക്ക് ഒരുപാട് പേടിയാകണേ, വേദന എടുക്കണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷെ സുകന്യക്ക് തന്നെ അറിയുമായിരുന്നില്ല എന്താണ് ഇത്ര പേടി വരാൻ കാര്യം എന്ന്. ഇല്ല, അറിയുമായിരുന്നോ? സുകന്യ പറയാത്തതാണോ ഹസ്ബൻഡിനോട്? എനിക്ക് കുറച്ചൊക്കെ അറിയാം. സുകന്യ ആദ്യം പറഞ്ഞു സുകന്യക്ക് കുറച്ച് ഇഷ്യൂസ് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ് ആ ഇഷ്യൂസ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. സുകന്യ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, അതെങ്ങനെയാണ് സുകന്യ വെളിപ്പെടുത്തിയത്, ആ വെളിപ്പെടുത്താതിരുന്നത് കാരണം സുകന്യ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചു, വെളിപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റി എന്നതിനെ കുറിച്ച് നോക്കാം. 2020 സെപ്റ്റംബറിൽ ഏകദേശം കല്യാണം കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞല്ലേ സുകന്യ? 4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കോവിഡിന്റെ സമയത്താണ് സുകന്യ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത്. ഓൺലൈൻ കൺസൾട്ടേഷനാണ് സുകന്യ എടുക്കുന്നത്. അപ്പോൾ സുകന്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൺസൾട്ടേഷൻ എടുത്തത്. സുകന്യയുടെ ഹസ്ബൻഡ് മണിയൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ
പതിവ് പോലെ ഊരും പേരും കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞു. സുകന്യയുടെ സംസാരത്തിൽ നിന്നും സുകന്യയ്ക്ക് തമിഴാണ് കൂടുതൽ വശം, തമിഴിൽ സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യം എന്ന് അറിഞ്ഞ പിന്നെ ഞാനും തമിഴിൽ തന്നെ സുകന്യയോട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അത് സുകന്യയ്ക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം, ഒരു കോൺഫിഡൻസും നൽകി, അല്ലേ, നമുക്ക് അറിയുന്ന ഭാഷയിൽ സംസാരിക്കാൻ പറ്റുക എന്നത്. അങ്ങനെ സുകന്യയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ സുകന്യ പറഞ്ഞു, ഇതേപോലെ കല്യാണം കഴിഞ്ഞ് 4 വർഷമായി ഇതുവരെ ഹസ്ബൻഡുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റിയിട്ടില്ല, ഭയങ്കര പേടിയാണ്, ഇങ്ങനെ പുറകോട്ട് മാറുന്നു, ഹസ്ബൻഡിനെ തൊഴിക്കുന്നു, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒരുപാട് പേഷ്യൻസ് ഈ വജാനിസ്മസ് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇതേപോലെ കൺസൾട്ടേഷൻ എടുക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കൺസൾട്ടേഷൻ തന്നെയായിരുന്നു ഇതും. അപ്പോൾ ഞാൻ സുകന്യയോട് എല്ലാ പേഷ്യൻസിനോടും ചോദിക്കുന്നത് പോലെ കാര്യങ്ങൾ ഓരോന്നായി ചോദിച്ചോ എന്ന് ഞാൻ സുകന്യയോട് ചോദിച്ചു, മോളെ, ചെറിയ പ്രായത്തിൽ എപ്പോഴെങ്കിലും നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ, നിന്നെ തൊട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അരുതാത്തത് ചെയ്തിട്ടുണ്ടോ, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മോൾ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് കണ്ട് പേടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം സുകന്യ ചെയ്തത് പൊട്ടിക്കരയുകയായിരുന്നു. ഒന്നും പറയുന്നില്ല കേട്ടോ കുട്ടി. എന്താന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഈ കുട്ടിക്ക് പറയാനുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ വെറുതെ സാരമില്ല, കരഞ്ഞോ, കുഴപ്പമില്ല, കരഞ്ഞോ, അതിന് ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നു. കരച്ചിലൊന്നും ഒടുങ്ങിയപ്പോൾ സുകന്യ പറഞ്ഞു, അതെ മാഡം. അപ്പം ഞാൻ ചോദിച്ചു, ഒരാളാണോ ഉപദ്രവിച്ചത്, ഒരിക്കലാണോ ഉപദ്രവിച്ചത്? അങ്ങനെയല്ല, എനിക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സുകന്യ പറഞ്ഞു. അപ്പോൾ സുകന്യയോട് ഞാൻ പറഞ്ഞു, അതൊന്ന് വിശദമായിട്ട് പറയൂ, എനിക്കറിയാം മോൾക്ക് അത് പറയുമ്പോൾ സങ്കടം വരും, പഴയത് മറക്കാൻ ശ്രമിച്ചതെല്ലാം വീണ്ടും പുറത്തെടുക്കേണ്ടി വരും, പക്ഷെ അത് അറിയാതെ എനിക്ക് മോളെ ആ ഒരു ഇതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ സുകന്യ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. സുകന്യ തന്നെ അത് നിങ്ങളോടും പറയും. പൊള്ളാച്ചി എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമം പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങ് സ്കൂൾ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വെള്ളം എടുക്കാനൊക്കെ അടുത്ത് പോകുമ്പോൾ അവിടെ ഒരു 2-3 ആൾക്കാരുണ്ട്. അതിൽ ഒരാളാണ് ഒരുപാട് എന്നെ ഉപദ്രവിച്ചത്. എന്നെ പൊക്കിക്കൊണ്ട് പോകാനാണ് ചെയ്തത് ആദ്യം. അപ്പോൾ ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട്. അപ്പോൾ മോൾക്ക് എത്ര വയസ്സായിരുന്നു? എൻ്റെ ഓർമ്മയിൽ 3-ലോ 4-ലായിരുന്നു ഇത് സ്റ്റാർട്ടായതെന്ന് തോന്നുന്നുണ്ട്. അവരെന്നെ പൊക്കിക്കൊണ്ട് പോകാനാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ബലം പിടിക്കാനോ ഇല്ല ഒച്ച വയ്ക്കാനോ എനിക്കൊന്നും പറ്റിയില്ല. വായൊക്കെ പൊത്തി ഇതാക്കി ചെയ്യും. അതിനെ കൊണ്ടുപോയി ഒരുപാട് അവിടെ എവിടെയും ടച്ച് ചെയ്യാനും പിന്നെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് എങ്ങനെ പറയണമെന്ന് പറ്റുന്നില്ല. അതൊന്നും വേണ്ട മോളെ, അതൊന്നും വേണ്ട. പിന്നെ പേടിപ്പെടുത്തുമായിരുന്നു. വീട്ടിലോ ഇല്ല മറ്റുള്ളവരോ ആരോട് പറഞ്ഞാലും ഞാൻ പിന്നെ എന്തെങ്കിലും നിന്നെ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പേടിയും പിന്നെ എനിക്ക് ധൈര്യമായിട്ട് ആരോട് പറയാനുള്ള സപ്പോർട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പേടിച്ച് ഒരുപാട് ഉണ്ടായിരുന്നു. ഇത് മിക്ക ദിവസങ്ങളിലും ഉണ്ടാവുമായിരുന്നു, ഇല്ല വല്ലപ്പോഴും ആണോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരു മാസത്തിൽ ഒരു 3-4 തവണ എന്ന രീതിയിലൊക്കെ? അങ്ങനെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു എത്ര വർഷത്തോളം? ഞാൻ 7-ലോ 8-ലോ പഠിച്ച് തീരുന്നവരെ. ആ സമയത്ത് ഞാൻ വലിയ കുട്ടിയായപ്പോൾ പിന്നെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് ഇനി പുറത്ത് പോകാൻ പാടില്ല, തുണയ്ക്ക് ആരും ഇല്ലാണ്ട് പോകാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴാണ് കുറച്ച് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ അവരിനെ കണ്ടാൽ അപ്പം വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടും. അവരിനെ കണ്ടാൽ എന്നെ പേടിയാകുമ്പോൾ ഞാൻ മാറിക്കളയും. അതുകൊണ്ട് അതിന് ശേഷം ഉണ്ടായിരുന്നില്ല. അതിന് മുൻപ് വരെ ഇപ്പം മോൾ ഇവർ പറഞ്ഞത് പേടിച്ചിട്ട് മോൾ ആരോടും പറഞ്ഞില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ആരും ഇരിക്കണ്ട, മാക്സിമം ആരിനോടെങ്കിലും പറഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞാൽ ആ ഒരു കാര്യം മാത്രം വെച്ചുകൊണ്ട് ഞാൻ എല്ലാ വിധത്തിലും പേടിച്ച് എൻ്റെ ജീവിതം മൊത്തം ഞാൻ ഇല്ലാണ്ടാക്കിയതാണ്. ഇല്ലാണ്ടായിന്നൊന്നും ഇല്ല മോളെ. മോൾക്ക് ഇപ്പോൾ 29 വയസ്സായതേ ഉള്ളൂ. മോളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കാര്യം മോൾ ഇങ്ങനെ പലരോടും പറഞ്ഞ് പലർക്കും അതുവഴി മോട്ടിവേഷൻ കിട്ടി പലരുടെ ജീവിതവും നല്ല വഴിയിലേക്ക് പോകുമ്പം അവരുടെ എല്ലാം പ്രാർത്ഥനകളും അവരുടെ എല്ലാം അനുഗ്രഹങ്ങളും ബെസ്റ്റ് വിഷസും മോൾക്ക് ഉണ്ടാവും. മോളുടെ ജീവിതം എവിടെയും എത്തിയില്ല, ഒന്നും ആയില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അല്ലേ? എല്ലാവരും എന്ത് പറയുന്നു? അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എനിക്കെങ്ങനെയാ തോന്നുന്നത്? ഇപ്പൊ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സുകന്യ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ഷോക്കായിപ്പോയി. കാരണം നമ്മൾ പലതരത്തിലുള്ള ഇങ്ങനത്തെ ഈ ഒരു ചെറിയ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന കേസുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ എന്താ, കുറച്ച് ദിവസമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യും, അതല്ലെങ്കിൽ ചിലപ്പോൾ 2-3 വർഷം വല്ലപ്പോഴും ഒക്കെ ആരെങ്കിലും ചെയ്യും. ഇത് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു 3-4 തവണ ഒരു 4-5 വർഷം ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ഒരു കുട്ടീനെ ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ നിരന്തരം പീഡിപ്പിക്കുക, എന്നിട്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുക, ആ കുട്ടി പേടിച്ച് വരേണ്ട, ആരോടും പറയാണ്ടിരിക്കുക എന്നത് എനിക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എനിക്കന്ന് ആ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമമായി. കൺസൾട്ടേഷൻ കഴിയുന്നതിന് മുമ്പ് ഞാൻ സുകന്യയോട് ചോദിച്ചു, മോളെ നിൻ്റെ ഭർത്താവിന് ഇത് അറിയുമോ എന്ന്. അപ്പോൾ സുകന്യ പറഞ്ഞു, ഇല്ല,
അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നീ ഭർത്താവിനോട് പറയാത്തതെന്ന്. അപ്പോൾ സുകന്യ എന്താണ് പറഞ്ഞത്? സുകന്യ തന്നെ മറുപടി പറയും. എനിക്ക് പേടിയായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയോട് ആരോടും പറയാത്തതും പിന്നെ ഏട്ടൻ എന്നോട് അത്ര സ്നേഹമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പോയാൽ ചിലപ്പോൾ എന്നെ വിട്ട് പോകുമോ അങ്ങനത്തെ ഒരു പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. സുകന്യ വിചാരിച്ചത് സുകന്യക്ക് എന്തോ കുഴപ്പമുള്ളത് കാരണം സുകന്യയുടെ തെറ്റുകൊണ്ടാണ് സുകന്യക്ക് ഇത്രയും വർഷങ്ങൾ കുഴപ്പമുണ്ടായതെന്നാണ് സുകന്യ വിചാരിച്ചത്. മനസ്സിലായില്ലേ? സത്യം. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രശ്നം കൊണ്ടല്ല നമുക്കിങ്ങനെ വരുന്നത്. ഏത് ചെറ്റകളാണോ ചെയ്യുന്നത് അവരുടെ പ്രശ്നം കൊണ്ടാണ്. പക്ഷേ മിക്കപ്പോഴും അങ്ങനെയുള്ള ആളുകൾ ഇത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്, ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് പ്രശ്നം വരിക എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സുകന്യയ്ക്കും പറ്റിയത്. അതാണ് ശരിക്കും എനിക്കും പറ്റിയത്. ഞാൻ വിചാരിച്ചത് എൻ്റെ തെറ്റ് കൊണ്ടാണ്, എന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്നോ ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. അമ്മയടുത്തൊന്നും അത്ര ക്ലോസ് അല്ലേ? ഇല്ല, അങ്ങനെ ആരോടും ഞാൻ ക്ലോസ് അല്ല. മോൾക്ക് സിസ്റ്റേഴ്സ് ഒന്നും ഇല്ല അല്ലേ? ഒരാളുണ്ട്, ഒരു സിസ്റ്ററുണ്ട്. ചേച്ചിയാണോ അനിയത്തിയാണോ? അനിയത്തിയാണ്. അപ്പൊ അനിയത്തിയൊക്കെ ആകുമ്പോൾ അനിയത്തിമാരോട് എങ്ങനെയാ പറയാൻ പറ്റുമോ അല്ലേ? അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, മോളെ ഇത് എന്തായാലും ഹസ്ബൻഡിനോട് പറയണം. അപ്പൊ ആൾക്ക് പേടി, അയ്യോ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഹസ്ബൻഡിനെയും കൂട്ടി ഇവിടെ വാ, നേരിട്ടൊരു കൺസൾട്ടേഷൻ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. കാരണം ഇങ്ങനെ കുറേ കേസസ് നമ്മളിങ്ങനെ വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കറിയാം നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല എനിക്ക് ഹസ്ബൻഡിനെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഹസ്ബൻഡ് എങ്ങനത്തെ സ്വഭാവക്കാരനാണെന്ന്. ഹസ്ബൻഡ് മുൻചുണ്ടിയുള്ള ഒരാളാണ്. എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കിത് പറയാനും പറ്റില്ല അല്ലേ? അപ്പോൾ ഹസ്ബൻഡിനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് വിലയിരുത്താൻ പറ്റും ആൾ എങ്ങനത്തെയാണ് എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. സുകന്യ കൺസൾട്ടേഷൻ അവസാനിപ്പിച്ച് ശരി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അത്ര വിശ്വാസം പോരായിരുന്നു. ആ കുട്ടി നാഗർകോവിലിൽ നിന്ന് ഇവിടം വരെ ഹസ്ബൻഡിനെയും കൊണ്ട് വരുമെന്ന് 2-2.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ വരണം, എന്തായിരുന്നാലും വരണം പറഞ്ഞിട്ട് ഉറപ്പിച്ചിട്ട് ഞാൻ ഏട്ടനെ ഇവിടേക്ക് വന്നു. ഹസ്ബൻഡിനോട് എന്താ പറഞ്ഞിട്ട് ഇത്ര ദൂരത്തേക്ക് വന്നത്? ഞാൻ പറഞ്ഞത് ഇതുപോലെ ഓൺലൈനിൽ കണ്ട ഒരു മാഡത്തെ സംസാരിച്ച് അപ്പോൾ അവർ നേരിടെയായിട്ട് വന്നാൽ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് നോക്കാനാണ് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ട് വന്നത്. ശരിക്കുള്ള ആ കാര്യമൊന്നും പറയാണ്ട് ട്രീറ്റ്മെന്റിന് എപ്പോഴും ഇതിനു മുമ്പ് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും ഇവിടെ പറ. ഇവിടെ നമ്മൾ കുറച്ച് സൈഡ് ട്രാക്ക് ചെയ്യുകയാണ്. അപ്പൊ എന്തായാലും നമുക്കിപ്പോൾ അറിയാം ഈ കുട്ടിക്ക് വജൈനിസ്മസ് ആണെന്ന്. ഇതിനു മുൻപ് ഈ കുട്ടി ഹോസ്പിറ്റലിൽ പോയ കഥയും അവിടെ കിട്ടിയ ട്രീറ്റ്മെന്റിനെ കുറിച്ചും കൂടി ഒന്ന് പറയട്ടെ. ഞാൻ ആദ്യം ഒരു 2 കൊല്ലം 1.25 കൊല്ലം കഴിയാറായപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് അവർ ഫിംഗറിങ് ചെയ്യണം പറഞ്ഞിട്ട് ഡോക്ടർ തന്നെ, അതായത് ഉള്ളു പരിശോധിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തപ്പോൾ ഡോക്ടറിനെ ഞാൻ തൊടാൻ സമ്മതിച്ചില്ല. കൂടെ നിന്ന സിസ്റ്റേഴ്സിനെയൊക്കെ ഞാൻ ബലം പിടിച്ച് നഖം വെച്ചൊക്കെ മാന്തി എടുത്ത് അങ്ങനെയൊക്കെ ഒരുപാട് ടോർച്ചർ ചെയ്ത പോലെ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ഒരുപാട് വേറെ എന്തോ പ്രശ്നമുണ്ട്, ഇതൊന്നും ശരിയാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ക്രീം ജെല്ല് പോലെ എന്തോ തന്ന് അത് വീട്ടിൽ പോയി ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഹസ്ബൻഡിനെയും കൊണ്ടാണ് പോയത് അവിടെ? ഹസ്ബൻഡിനെയും കൊണ്ടാണ് പോയത്. പക്ഷെ ഹസ്ബൻഡിനെ ഉള്ളിൽ വിടാൻ സമ്മതിച്ചില്ല. ഹസ്ബൻഡ് പുറത്തായിരുന്നത്, ഞാൻ മാത്രം പോയിട്ട് വന്നേ. പിന്നെ എനിക്കറിയാം അവിടെ ഒന്നും ചെയ്തിട്ടൊന്നും പറ്റണില്ല പറഞ്ഞിട്ട് അത് യൂസ് ചെയ്തില്ല. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് വേറെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അവരും ഗൈനക്കോളജിസ്റ്റായിരുന്നു. അവരുടെ അടുത്ത് പോയപ്പോൾ അവരും ടെസ്റ്റ് ചെയ്ത് നോക്കണം പറഞ്ഞിട്ട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം വന്നിട്ട് വേറെ ഒരു ലേഡി ഡോക്ടറെ വെച്ചാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോഴും ഞാൻ തൊടാൻ സമ്മതിച്ചില്ല. അപ്പോൾ ആ വേറെ ഡോക്ടർ ജെൻസ് ഡോക്ടർ പറഞ്ഞ് ഏട്ടനെ വിളിച്ച് പറഞ്ഞ് നീ വന്നിട്ട് ഒരു പാവം ചെയ്തത് കൊണ്ടാണ് ഇവള് നീക്ക് കിട്ടിയതായിരിക്കും. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മ ഏതെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു ചീത്ത കർമ്മം പാവം കൊണ്ടാണ് ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത്. എന്റെ ദൈവമേ, അങ്ങനെ അവര് പറഞ്ഞു. എന്റെ നേരിട്ട് എന്റെ മുമ്പ് വെച്ച് തന്നെ അവര് പറഞ്ഞു. ആണോ? അപ്പടി ചൊന്നാരാ മണിയോ? അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഞാൻ അവിടുന്ന് കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ ആ സാറ് പറഞ്ഞത് വേറെ വഴിയൊന്നുമില്ല, നിങ്ങൾ ഡിവോഴ്സ് തന്നെ എന്തായിരുന്നാലും ചെയ്യണം, ഇവളെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ട്. പിന്നെ ആ ഡോക്ടർ ഇനി എവിടെ പോയാലും ഇങ്ങനെ ഡോക്ടർ പറയുമോ അങ്ങനെ ഒരു മൈൻഡായിപ്പോയി എനിക്ക്. 1 കൊല്ലം വരെ ആ ഒരു ഇതിൽ ഞാൻ എവിടെയും പോയില്ല. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്താണ് പോയത്. ആരാ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞത്? എന്നോട് ഒരു ചേച്ചിയാണ് പറഞ്ഞത്, അടുത്ത വീട്ടിലത്തെ ഒരു ചേച്ചി പറഞ്ഞ്.
അവര് ഗൈനക്കോളജിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞേ. അപ്പോൾ ആ ഗൈനക്കോളജിൻ്റെ അടുത്ത് പോണതിന് പകരം ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ പോകാൻ പറഞ്ഞിട്ട് അവർ പറഞ്ഞത് വെച്ച് അവിടെ എല്ലാവിധ ഡോക്ടേഴ്സും ഉണ്ടും പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്ന് എന്താ മോള് പറഞ്ഞത്? അവര് ചോദിച്ച് അവരിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചു. അപ്പൊ എന്താ മോള് പറയാത്ത? അപ്പൊ പറയായിരുന്നല്ലോ അല്ലേ മോൾക്ക്? ഇല്ല, പറയാനുള്ള ആ ഒരു ധൈര്യമോ ഇല്ല, എനിക്ക് ഇവരോട് പറഞ്ഞാൽ ഇത് നടക്കും അങ്ങനത്തെ ഒരു ഇത് എനിക്ക് തോന്നിയില്ല. മാക്സിമം എനിക്കുള്ള ഞാൻ ചെയ്ത തെറ്റും പറയുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നുണ്ട്. എന്നും പറഞ്ഞാൽ അവർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച്, പക്ഷെ എനിക്ക് പറയാനുള്ള ആ ഒരു ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല അവരോട്. ആ സമയത്ത് എനിക്ക് ഉറക്കമൊന്നും ഇല്ലാത്തത് കാരണം അവർ ഉറങ്ങാനുള്ള ഗുളികയും അതിനുള്ള ഗുളികയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് 7-8 മാസം അത് കഴിച്ച്. അത് കഴിച്ചിട്ട് എന്തുണ്ടായിരുന്നു വ്യത്യാസം? അത് കഴിച്ചിട്ട് ഒരുപാട് നല്ല സുഖം ഉണ്ടായിരുന്നു. ആ ഗുളിക കഴിച്ചപ്പോൾ ടെൻഷൻ കുറഞ്ഞ് സ്ലീപ്പിംഗ് ഒക്കെ നല്ല ഇതായി കിട്ടി. പക്ഷെ ഈ സമയം ഏട്ടൻ അടുത്ത് വരുന്ന സമയം മാത്രം എനിക്ക് എവിടെ നിന്ന് ആ ഒരു പേടിയും ടെൻഷനൊക്കെ വരുമെന്ന് അറിയില്ല. ഒരുപാട് ഒച്ച വയ്ക്കാനൊക്കെ ഞാൻ തുടങ്ങി. ആ ഒരു ഒച്ച വയ്ക്കുമ്പോൾ ഏട്ടൻ എന്നെ വിട്ട് പോകുമായിരുന്നു. ഒച്ച വയ്ക്കുമ്പോൾ അടുത്തുള്ളവർ കേൾക്കും പറഞ്ഞിട്ട് മാറിക്കളയും. അത് വന്നിട്ട് ഞാനൊരു പ്ലസ് ആയിട്ട് എടുത്തിട്ട് എപ്പോഴും അതിനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് ഗ്യാപ്പ് വിടാൻ തുടങ്ങി. പിന്നെ ഏട്ടൻ എന്നെ മനസ്സിലായി, അവളെ ഒന്നിനും സമ്മതിക്കുന്നില്ല വേണ്ട. പിന്നെ ഏട്ടൻ അങ്ങനെ പ്രഷർ ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ മോള് വീട്ടിൽ എപ്പോഴാ പറഞ്ഞത് അച്ഛനോടും അമ്മയോടും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞോ? ഇല്ല, ഹസ്ബൻഡാണോ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല ഇതുവരെ. അമ്മയ്ക്ക് ചെറിയൊരു സൂചന പോലെ അമ്മ ചോദിക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ തന്നെ അമ്മ ചോദിക്കാൻ തുടങ്ങി, ഡേറ്റ് ആയാ, ഡേറ്റ് നിർത്തുന്ന, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞ് ഇല്ല, അങ്ങനെയൊന്നും ആയിട്ടില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് സംശയമായിട്ട് അമ്മ ചോദിച്ച്, അപ്പോൾ നീ തമിഴിൽ സംസാരിക്കണം, അപ്പം ഇനിയും ഭയന്നിട്ടിരിക്കുക അങ്ങനെയൊക്കെ ചോദിച്ച്. അമ്മ ഭയമാ ഇருக்கு, இன்னும் நாங்கள் சேரல, അങ്ങനെ മാത്രം പറഞ്ഞുള്ളൂ. അപ്പോൾ അവരിൻ്റെ വിചാരം സെക്സും പറയുമ്പോൾ പൊതുവായിട്ട് ആ ഒരു സ്ഥലം വേദനിക്കും എന്നാണ് എല്ലാവരുടെയും വിചാരം. അതുപോലെയാണ് ഞാനും വിചാരിച്ചിട്ട് അവർ അത് പറവാല, അത് ശരിയാകും അങ്ങനത്തെ ഒരു രീതിയിൽ അവർ പറഞ്ഞത്. പിന്നെ അമ്മ ചോദിക്കാറില്ല. ഓട്ടോമാറ്റിക്കലി ഞാൻ ചെറുപ്പം തൊട്ട് പേടിച്ച് അങ്ങനെ ഒരു വേദനയൊന്നും സഹിക്കാണ്ട് അങ്ങനെ ഇരുന്നത് കൊണ്ട് ഇഞ്ചക്ഷൻ എല്ലാം പേടിയായിരുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചു അപ്പോൾ ഇവള് അങ്ങനെ പേടിച്ചിരിക്കായിരിക്കും അങ്ങനെ കൊണ്ട് പിന്നെ ചോദിക്കാറില്ല അമ്മ. ഹസ്ബൻഡ് ആണെങ്കിൽ ഇയാളെ പറ്റി ഒരു പരാതി ഒന്നും ഇയാളുടെ വീട്ടിൽ പറയൂല അല്ലേ? ശരിക്കും നല്ലൊരു സൈലൻറ്റും സപ്പോർട്ടൊക്കെ ആയിരുന്നു ഏട്ടൻ. പിന്നെ ഈ സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് പിന്നെ മോൾ എന്നെയാണോ കാണുന്നത്, വേറെ ഏതെങ്കിലും ഡോക്ടറെ കണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ഡോക്ടറിനെയും കണ്ട്, അവരും സൈക്കാട്രിസ്റ്റായി. ആദ്യം എന്നെ വിളിച്ചാൽ സംസാരിച്ചത്, ഏട്ടൻ വന്നില്ല. ഒരു 7 ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. ഓ, ആഴ്ചയിൽ പോയിരുന്നു. എത്ര ആഴ്ച പോയി, എത്ര മാസം പോയി? അങ്ങനെ 8.5 മാസമൊക്കെ പോയിട്ടുണ്ടാവും. 8.5 മാസം ആഴ്ചയിൽ അത്ര കൃത്യമായിട്ട് മുടക്കാണ്ട് സുകന്യയും മണിയും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അല്ലേ? അപ്പം ഇവർ ശരിയാക്കാൻ വേണ്ടി പഠിപ്പത് പാടുപെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ വരുന്ന ഒരുപാട് കപ്പിൾസൊക്കെ 1-2 ഡോക്ടറെ അടുത്ത് പോയിട്ട് പിന്നെ പോയില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ പേടിച്ചിരിക്കും. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ് നീ പേടിക്കണ്ട, ഞാൻ ഉണ്ട്, എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞു, അങ്ങനെയൊക്കെ സപ്പോർട്ടായിട്ട് പറഞ്ഞ് അവരിൻ്റെ ഒരു ക്ലിനിക്കിൽ തന്നെ എന്നെ ഉള്ളിൽ പോയിട്ട് എന്നെ കൊണ്ട് തന്നെ ഫിംഗറിങ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ തൊട്ടൊക്കെ നോക്ക്, പിന്നെ ഫിംഗറിങ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. പക്ഷേ തൊട്ടൊക്കെ നോക്കി ഫിംഗറിങ് പറയുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പേടിച്ച് മാറി നിന്ന് 3 പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി. പിന്നെ ഏട്ടനെയും വരാൻ പറഞ്ഞു. അവർ പറയുന്നത് ഞാൻ കേൾക്കാത്ത ഇത് മനസ്സിലായി അവർക്ക്. അപ്പോൾ ഏട്ടനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഏട്ടനെ വരാൻ പറഞ്ഞ് ഏട്ടനോട് സംസാരിച്ചപ്പോൾ വീട്ടിൽ പോയി ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഓക്കെ ആയില്ലെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ 2 പ്രാവശ്യം പോയിട്ട് പിന്നെ ഒരാഴ്ച മാത്രം പോയില്ല. പിന്നെ അവരെന്നെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ പോയപ്പോൾ അവർ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവർ പറഞ്ഞത് ഞാൻ വേണം വെച്ചിട്ട് ചെയ്യുകയാണ്, എനിക്ക് വന്നിട്ട് അതിൽ താല്പര്യം ഇല്ലാണ്ടോ അല്ല എന്താണ് അവളുടെ മൈൻഡ് എന്ന് അറിയുന്നില്ല. പക്ഷെ അവൾ ഉറപ്പിച്ച് വേണം വെച്ച് ചെയ്യുകയാണ്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ അകത്തുനിന്ന് ട്രൈ ചെയ്യും, അപ്പോൾ അവൾക്കൊരു പേടി കൊണ്ട് അവൾ എന്തായിരുന്നാലും ചെയ്യും, അങ്ങനെയൊക്കെ അവർ പറഞ്ഞ് കുറച്ച് പേടിപ്പിക്കണ പോലെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പേടിച്ചിട്ട് പിന്നെ പോയില്ല.
ആ ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. വേണം വെച്ചിട്ടാണല്ലോ ചെയ്യാതിരുന്നത് അല്ലേ? പേടിയുടെ കാരണവും നിനക്കറിയായിരുന്നു, പക്ഷെ അത് ആരോടും പറഞ്ഞുമില്ല. പറഞ്ഞാലല്ലേ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുള്ളൂ. കാരണം അറിയാം, പക്ഷെ അത് ശരിയാക്കാൻ വേണ്ടി ഒന്നും ചെയ്തതുമില്ല. പിന്നെ കുറെ ഗ്യാപ്പായി. പിന്നെ വേറെ അച്ഛന് വയ്യാണ്ടൊക്കെ ആകും, അങ്ങനെയൊക്കെ ആയപ്പോൾ ഗ്യാപ്പായി. അതിന് ശേഷമാണ് മാമിൻ്റെ അടുത്ത് ഈ വീഡിയോ, എനിക്ക് എൻ്റെ അടുത്ത വീട്ടിലത്തെ ചേച്ചി എനിക്ക് വീഡിയോ തന്ന്, അവർ തന്നത് വേറെ ഗൈനക്കോളജിസ്റ്റ് ആ രീതിക്ക് വീഡിയോസ് തന്ന്, അതിൽ നിന്ന് ഓരോ വീഡിയോ നോക്കി നോക്കി ഇതുപോലെ എനിക്ക് സംഭവിച്ച പോലെ ഒരു വീഡിയോ ഞാൻ കണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അതിനെ കുറിച്ച് പറയുന്നത്. അനുഭവ കഥ പിന്നെയല്ലേ ഇട്ടത് അല്ലെ? ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് വജാനിസ്മസിനെ കുറിച്ച്. അപ്പോഴാണ് മോൾക്ക് അതിന്റെ പേര് മനസ്സിലായത് അല്ലേ? ഇതുപോലെ പുറകോട്ട് പോണതും കാലും കൈയൊക്കെ ഇങ്ങനെ പൊക്കി ബലം പിടിക്കണത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതേപോലെയൊക്കെയാണ് ഞാൻ ചെയ്യണം പറഞ്ഞിട്ട് മനസ്സിലായി. അപ്പോൾ ഇത് നോക്കാൻ പറഞ്ഞിട്ട് അടിയിലുള്ള നമ്പറിലേക്ക് ഞാൻ വിളിച്ച് ട്രാൻസ്ലേഷൻ എടുത്ത് അപ്പോഴാണ് മാഡത്തോട് ആദ്യമായിട്ട് സംസാരിച്ചത്. അപ്പോഴും മാം ആദ്യം തൊട്ട് എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല. മാം പിന്നെയും ചോദിച്ചപ്പോഴാണ് എനിക്ക് പറയാൻ പറ്റിയില്ല, ഞാൻ കരഞ്ഞിട്ട്. പക്ഷെ മാം പറഞ്ഞത് കുഴപ്പമില്ല, കരഞ്ഞാലും എന്തായിരുന്നാലും നീ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സമയമൊക്കെ എടുത്ത് പറഞ്ഞ് ആദ്യമായിട്ട് മാമിനോട് മാത്രമേ ഞാൻ അത് പറഞ്ഞത്. പിന്നെ മാമാണ് എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞ്. സുകന്യയും ഹസ്ബൻഡും കൂടി വന്നപ്പോൾ ആദ്യം സുകന്യ അകത്ത് കയറി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹസ്ബൻഡിനോട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞപ്പോഴും സുകന്യക്ക് പേടിയായിരുന്നു കേട്ടോ. അതെ, പേടിയായിരുന്നു. പറയണ്ടെന്ന് അപ്പോഴും ഞാൻ പറഞ്ഞത്. പിന്നെ മാമാണ് എന്നോട് പറഞ്ഞ് ഇല്ല, എനിക്ക് ഇതുപോലത്തെ ഒരുപാട് പിള്ളേരുടെ ഇതൊക്കെ അറിയാം, അതുകൊണ്ട് എങ്ങനെ ഏത് രീതിയിൽ പറയണമെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞിട്ട് മാം ധൈര്യം തന്നു. എന്നിട്ട് മാമാണ് പറഞ്ഞത് ഏട്ടനെ എല്ലാം അറിയാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഏട്ടൻ എല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാം അറിയാൻ തോന്നുന്നുണ്ടോ? മനസ്സിലായില്ല. അല്ല, ഇതുപോലെ പുറത്ത് നടക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ആളുടെ റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. അപ്പോൾ ഇത്രയൊക്കെ പേടിച്ചിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പറയുമ്പോഴത്തേക്കും ആള് ചിലപ്പം ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഇയാളോട് ഇത് പരിഭവിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല. ആള് വളരെ പക്വതയോടെ വളരെ വളരെ നല്ല രീതിയിലാണ് ഈ കുട്ടിയോട് പെരുമാറിയത്. അപ്പം സുകന്യക്ക് തോന്നിയില്ലേ കുറച്ചുകൂടി മുമ്പേ പറയായിരുന്നു? സത്യം അതാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയം ഏട്ടൻ്റെ ആ സപ്പോർട്ടൊക്കെ വിചാരിച്ചപ്പോൾ അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇത്രയും ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതുപോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ഉണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും പെട്ടെന്ന് മാതാപിതാക്കളോടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരോടെങ്കിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറോടോ പറയേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കാരണമുള്ള ആ ഒരു വിഷമങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നുമൊക്കെ മാറ്റി നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സുകന്യയ്ക്ക് ഇവിടെ പറ്റിയതുപോലത്തെ ആ ഒരു പ്രശ്നം, അതായത് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നു, അത് ആരോടും പറയാതെ മറച്ചു വെച്ചുകൊണ്ട് നടന്നു എന്നുള്ള ഒരു കാര്യം ദയവായിട്ട് ഈ വീഡിയോ കാണുന്ന ഇനി ഒരാൾക്കും ഉണ്ടാകരുത്. അതാണ് എനിക്കും പറയാനുള്ളത്. നമ്മൾ പേടിക്കാണ്ട് മാക്സിമം നമുക്കൊരു ധൈര്യം ആരെങ്കിലും തരുന്ന വിചാരിക്കുന്നവരോട് എന്തായിരുന്നാലും അത് പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാണ്ടിരിക്കും തോറും ചെയ്യുന്നവർ ചെയ്തുകൊണ്ടും ഇരിക്കും, നമ്മൾ അനുഭവിക്കുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനി അങ്ങനെ പറ്റാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് സുകന്യ ധൈര്യമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക പ്രതിബദ്ധത വളരെയധികമുള്ളൊരു കുട്ടിയാണ് സുകന്യ. ഈ കുട്ടി എൻ്റെ പേഷ്യൻ്റാണെന്ന് പറയാൻ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. അപ്പോൾ എന്തായാലും സുകന്യയുടെ ഹസ്ബൻഡിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുകന്യയോടും ഞാൻ ഡയറക്റ്റ് കൺസൾട്ടേഷൻ വന്നപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചു. ഒരു കുട്ടി ഓൺലൈൻ കൺസൾട്ടേഷൻ ടൈമിൽ അപ്പുറത്തിരുന്നത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമ്പം നമുക്ക് ചോദിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പം എനിക്കിങ്ങനെ തോളത്തിങ്ങനെ തൊട്ട് സമാധാനപ്പെടുത്തി എനിക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെ ചോദിക്കുമ്പം ആൾക്കുള്ളിൽ എന്തെങ്കിലും കുറച്ചുകൂടി ഉണ്ടെങ്കിൽ പറയാമല്ലോ എന്ന രീതിക്ക് ഞാൻ ചോദിച്ചപ്പം ആൾ കുറേ കൂടി പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. എനിക്ക് തോന്നി നമ്മളിങ്ങനെ സാധാരണ വജാനിസ്മസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഈ കുട്ടീനെ ട്രീറ്റ്മെൻറ്റിന് വരാനും ഫിംഗറിങ്ങിനും ഡയലേറ്റേഴ്സിനൊക്കെ വരാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ആദ്യം ഇതിൻ്റെ മനസ്സിനുള്ളിലത്തെ ഈ മുറിവില്ലേ അതൊന്ന് കുറച്ച് മാറണം അല്ലേ. അപ്പോൾ അതിന് കുറച്ച് പ്രത്യേക തരത്തിലുള്ള സൈക്കോതെറാപ്പിയും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് ആൻറ്റി ഡിപ്രസൻസും മറ്റു കാര്യങ്ങളൊക്കെയും കൂടി കഴിക്കേണ്ടി വരും. അപ്പം
അതൊക്കെ ഈ നാഗർകോവിലിൽ നിന്ന് ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തൃശ്ശൂർ വരെ വന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നടക്കുന്ന കാര്യമല്ല. കൊറോണ ടൈമാണ്, ചിലവും ആകും. പിന്നെ ഇത്രയും യാത്ര ഇടയ്ക്കിടയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല അല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അവിടുത്തുള്ള സൈക്കാട്രിസ്റ്റിനെ ചെന്ന് കാണൂ, കണ്ടിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു വലിയൊരു മുറിവായിട്ട് കിടക്കുന്നുണ്ട്, ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഒന്ന് ശരിയായി മോളുടെ മനസ്സിൽ നിന്ന് പേടിയൊക്കെ മാറിയതിന് ശേഷം മോൾ തിരിച്ചെൻ്റെ അടുത്ത് വരും. അപ്പം ഞാൻ വജാനിസ്മിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരാം. അങ്ങനെ സുകന്യ പോയി ഒരു 8 വർഷത്തോളം ഒരു അഡ്രസ്സും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ആലോചിക്കുകയും ചെയ്യും, എന്തായോ എന്തോ ഈ കുട്ടിക്ക്, ശരിയായോ എന്തോ. കഴിഞ്ഞ വർഷം, അതായത് 2020 ആദ്യം വന്നത്, കഴിഞ്ഞ് 3 വർഷമായി. 2023 ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ സുകന്യയും ഹസ്ബൻഡും കൂടി എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോഴും എനിക്ക് തോന്നുന്നു ആദ്യം ഓൺലൈൻ കൺസൾട്ടേഷനാണ് എടുത്തത്. ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിപ്പം ബാച്ച് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അഡ്മിഷൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഇനിയും നിനക്ക് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ ട്രീറ്റ്മെൻറ്റേ പറ്റൂ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ ആദ്യം നീ ഒന്ന് വരണം. കാരണം എനിക്ക് ഇവിടെ നമ്മുടെ ബാച്ചിൻ്റെ കപ്പിൾസിനെയൊക്കെ കാണാനും സംസാരിക്കാനൊക്കെ സൈക്കോളജിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് നിന്നെയും കൂടി ഒന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടത്. അതുമല്ല ബാച്ച് ട്രീറ്റ്മെൻറ്റ് വന്ന കപ്പിൾസിനെയൊക്കെ നീ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിനക്ക് കുറച്ചൊരു മോട്ടിവേഷൻ കിട്ടും, നിനക്കൊരു ശുഭാപ്തി വിശ്വാസം കിട്ടും, എന്തേലും ശരിയാവും എന്ന രീതിക്ക് ഞാൻ ഇവളെയും ഭർത്താവിനെയും വരാൻ പറഞ്ഞു. ഇവർ രണ്ടുപേരും വന്നു, സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ടു. ഞാൻ അന്ന് കണ്ടപ്പോഴേ ഇവൾ കുറച്ച് ഗുണ്ടപ്പിയായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. കാരണം ഈ കുട്ടിക്ക് ആ ഒരു സൈക്കാട്രിസ്റ്റ് കൊടുത്ത മരുന്ന്, അത് ഡിപ്രഷൻ കുറയ്ക്കാനുള്ള മരുന്ന് നല്ല മരുന്നാണ്. പക്ഷെ ആ മരുന്ന് കാരണം ഇവൾക്ക് വെയിറ്റ് കുറേ കൂടി. തൈറോയിഡിന്റെ ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ചില തരത്തിലുള്ള ആൻറ്റി ഡിപ്രഷൻസ് കഴിക്കുമ്പോൾ നമുക്ക് ഈ ലൈംഗികപരമായിട്ടുള്ള താല്പര്യം, സെക്സിനോടുള്ള താല്പര്യം പറ്റേ ഇല്ലാതാകും. ചില ആൻറ്റി ഡിപ്രഷൻസ് മാത്രമേ ഉള്ളൂ ആ സെക്സിനോടുള്ള താല്പര്യത്തിനും അല്ലെങ്കിൽ ആ സെക്ഷൽ ഫങ്ഷനിങ്ങിനൊന്നും പ്രശ്നം വരുത്താത്തവ. അപ്പോൾ ഈ കുട്ടി കഴിക്കുന്ന ആൻറ്റി ഡിപ്രഷൻ നല്ല ആൻറ്റി ഡിപ്രഷൻ്റെ, പക്ഷേ വെയിറ്റ് കൂടും, ഇങ്ങനെ സെക്സിനോടുള്ള താല്പര്യം തീരെ ഇല്ലാണ്ടാവും. അപ്പോൾ എന്താ, ഈ ആൻറ്റി ഡിപ്രസൻ്റ് ഒക്കെ കഴിച്ചപ്പോൾ അവരുടെ മൂടൊക്കെ ശരിയായി, പക്ഷേ വെയിറ്റ് കൂടി, സെക്സിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാണ്ടായി. അവൾ ഫുൾ ടൈം കിടന്ന് ഉറക്കം ഇങ്ങനെ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായി, ഒരുപാട് അകന്നു പോയി. പിന്നെ ടച്ച് ഇല്ലാണ്ട് പോയി. ഏട്ടൻ പണിക്ക് പോകും വരും, അങ്ങനെ ഏട്ടൻ്റെ പണി മാത്രം നടക്കും, അടുത്ത് വരാൻ കൂടി അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഉറക്കമായിരിക്കും. എന്തെങ്കിലും പണിയെടുത്താലല്ലോ വീടൊക്കെ കുറച്ച് വൃത്തിയാവും. ഞാൻ വീട്ടിൽ ഒരു പണിയെടുക്കില്ല, ഒന്നും ചെയ്യില്ല, അങ്ങനെ ഫുൾ ടൈം കിടക്കും. പിന്നെ വിശന്നാൽ മാത്രം എണീച്ച് കഴിക്കും, പിന്നെയും കിടക്കും. ആരും പാചകം ചെയ്യും, കുക്കിംഗ് ഒക്കെ കടയിൽ നിന്ന് വരും, കടയിൽ നിന്ന് വാങ്ങിക്കും. കണ്ടോ, അതാണ് മെയിനായിട്ട് ഞാൻ ചെയ്തത്. ഒരു ആണെന്നും പറയുമ്പോൾ ഒരു ആഗ്രഹമൊക്കെ തോന്നണം, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ എന്നെ കണ്ടാൽ ഫുള്ള് ദേഷ്യം വരുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. മുഖമൊക്കെ വീർപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ ഇരുന്ന് അത് ഏട്ടന് ഒരുപാട് സങ്കടമൊക്കെ തോന്നിയ കാരണം പിന്നെ എൻ്റെ അടുത്ത് വരാണ്ടായി. അങ്ങനെ ഒരുപാട് ഗ്യാപ്പായി പോയി. ഞാൻ പറഞ്ഞത്, മോളെ ഇവിടെ അഡ്മിഷൻ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ മാത്രമേ എനിക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് ഞാൻ ഈ ആൻറ്റി ഡിപ്രസൻ്റ് മാറ്റി സെക്ഷൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൻറ്റി ഡിപ്രസൻറ്റിലേക്ക് മാറ്റാം. അത് കുറച്ച് മാസം കഴിക്കി, മനസ്സൊന്ന് കുറച്ച് സമാധാനമാവട്ടെ, കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യും. ഇനി തടി കൂടി കുറഞ്ഞില്ലെങ്കിലും ഇനി കൂടാതെങ്കിലും ഒന്ന് നോക്ക്. എന്നിട്ട് കാശൊക്കെ കുറച്ചൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഒരുപാടൊന്നും പറ്റില്ല, കാരണം ഇത് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെൻറ്റാണ്. എന്നിരുന്നാലും നിങ്ങൾ എന്തായാലും ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടുപേരും നിങ്ങൾ ജീവിക്കുന്ന പോലും ഇല്ല അല്ലേ. രണ്ടുപേരും ചുമ്മാ ഇങ്ങനെ രാവിലെ എണീറ്റ് എന്തൊക്കെയോ ചെയ്യുന്നു, വൈകിട്ട് വരുന്നു അല്ലേ. രണ്ടുപേർക്കും സന്തോഷം എന്ന് പറഞ്ഞതൊരു 7 അയലത്ത് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയായിട്ട് കാര്യമില്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയവും കണ്ടെത്തണം, ഇതിന് വേണ്ടിയിട്ടുള്ള പൈസയും നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. നമുക്കൊരു ഫ്രാക്ചർ വന്നു, എവിടെയെങ്കിലും വീണ് ഫ്രാക്ചർ വന്നു, കയ്യോ കാലോ ഒടിഞ്ഞെങ്കിൽ നമ്മൾ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുമോ അല്ലേ, നമ്മൾ ആശുപത്രി പോയി ചെയ്യില്ലേ. അപ്പം അതേപോലെ ഇത് നമ്മുടെ റിലേഷൻഷിപ്പിൽ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ബന്ധത്തിൽ വിള്ളൽ വന്നിരിക്കുക. അപ്പം അത് നമ്മൾ ചെയ്തേ പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് കുറച്ച് മാസങ്ങൾ വേണമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസം 6 മാസമായപ്പോഴാണ് ഇവർ വന്നത്. വരുന്ന സമയത്ത് ഇവരുടെ ബാച്ചിൽ, ഇപ്പം ഈ ഫെബ്രുവരി ബാച്ചിൽ നമുക്ക് 9 കപ്പിൾസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 9 കപ്പിൾസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ ഒരു നമ്പർ ആയിപ്പോയി. കാരണം ഞാനൊരു 7 കപ്പിൾസാണ് മാക്സിമം എടുക്കുന്നത്. അത് തന്നെ എനിക്ക് പാടാ. 6 എനിക്ക് ഏറ്റവും സൗകര്യം. അപ്പോൾ 9 കപ്പിൾസായി. ഈ 9 കപ്പിൾസിന് ഒരുമിച്ച് മേയ്ക്കാന്ന് പറയുന്നത് വലിയ പാട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ വേറെ. പിന്നെ എനിക്കൊരു കൺസേൺ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഇങ്ങനെ സുകന്യയും മണിയൻ വരുമ്പം സുകന്യയും മണിയും ബാക്കി എല്ലായിടത്തും കൂടി എങ്ങനെ അവർ കംഫർട്ടബിൾ ആയിരിക്കും. അവർക്ക് മലയാളം അത്ര അറിയില്ല, സുകന്യക്ക് പിന്നെയും അറിയാം. ഇവിടെ വന്ന് 2 ആഴ്ച കുറച്ചുകൂടി പഠിച്ചു പോകുന്നുണ്ടല്ലേ.
കാരണം അവിടെ ആരോടും അധികം മിണ്ടൂല്ല. അപ്പം മണിയനാണെങ്കിലും മലയാളം അറിയില്ല. അപ്പം ഇവിടെ വന്നിട്ട് ഇവർക്ക് ബുദ്ധിമുട്ട് വരരുതല്ലോ. ബാക്കിയുള്ളവർക്ക് ശരി 8 പേരുണ്ട്, അവർ തമ്മിൽ എല്ലാം കൂടിക്കോളും. പക്ഷെ ഇവർക്ക് ബുദ്ധിമുട്ട് വരരുതല്ലോ, ഇവർക്ക് പ്രശ്നം വരരുതല്ലോ എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച മാറ്റം ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു ഇങ്ങനെ സുകന്യയുടെയും മണിയുടെയും കഥയെക്കുറിച്ചിട്ടും ഇങ്ങനെ എത്രത്തോളം വിഷമിച്ചിട്ട് എത്രത്തോളം സഹിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തരുത്, എല്ലാവരും കൂടെ കൂട്ടണം, ഭാഷ അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനനുസരിച്ചിട്ട് ഇവിടുത്തെ എല്ലാവരും, പറയാതിരിക്കാൻ വയ്യ, ബാക്കി 8 കപ്പിൾസും വളരെ വളരെ നെഞ്ചോട് ചേർത്താണ് ഇവരെ കൊണ്ട് നടന്നിരുന്നത്. ഒന്നും സംസാരിക്കാത്ത മണിയനൊക്കെ 2 ദിവസം കഴിഞ്ഞ് ഡാൻസൊക്കെ കളിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം കേട്ടോ. അതേപോലെ സുകന്യനെയും തന്നെ എല്ലാവരും ഒരുമിച്ച് കൂട്ടത്തിൽ കൂട്ടി വളരെ സന്തോഷമായിട്ടാണ് ഇവരിവിടെ കഴിഞ്ഞതെന്നാണ് ഞാൻ ഇവരെ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങൾ സുകന്യ പറയട്ടെ. ശരിക്കും ഇവിടെ വന്നപ്പോൾ ഇല്ല, ഒരു ട്രീറ്റ്മെൻറ്റിന് വന്നതായിട്ട് ആ ഒരു ആദ്യത്തെ ദിവസം മാത്രം അത് തോന്നുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ എന്തോ ഒരു എൻജോയ്മെൻറ്റിനും ഒരു ടൂറിന് ഫാമിലി ടൂറൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെയാണ് ഇവിടെ ഉള്ളവരും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എക്സസൈസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ റിലാക്സ് ആയിട്ട് ഒരു ടെൻഷനോ ഒന്നുമില്ലാണ്ട് സന്തോഷമായിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. കൂടെ ഉള്ള ചേച്ചിമാർ ഫ്രണ്ട്സും കൂടി പറയാൻ പറ്റില്ല, അതിനെക്കാട്ടിലും ഒരു നല്ലൊരു റിലേഷൻ അങ്ങനെ ഒരു ഇതായിരുന്നു നമുക്ക് മനസ്സിലായത് ഇവിടെ വന്നിട്ട്. ആരും ആരോടും എന്ന് പറയാ ഒരു ഗ്യാപ്പോ അങ്ങനെ ഒന്നുമില്ല. ഒരു ചെറിയ കാര്യങ്ങളായിരുന്നാലും എല്ലാവരും ഷെയർ ചെയ്തിട്ട് ഒരു സമയം കൂടി ആരും ഒറ്റയ്ക്ക് വിടില്ല. എപ്പോഴും ഒന്നിച്ചിരുന്നിട്ട് കളിയും ചിരിയും ഡാൻസും എല്ലാം ഒരു ഫുൾ മൈൻഡ് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ടും നല്ലൊരു സന്തോഷമായുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയണത്. പക്ഷേ എനിക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നും പറഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷത്തിലും ഒരു ലൈഫിൻ്റെ ആ ഒരു സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ മെയിനാണെന്ന് പറയാം. എന്നാൽ ഇവിടെ വന്നാൽ നമുക്ക് ആ ഒരു പ്രശ്നത്തിനാണ് നമ്മൾ വന്നതും കൂടി നമുക്ക് മറന്നു പോകും. അതാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു കാര്യം നടക്കേണ്ട നേരത്ത് മാത്രം നടക്കും, ബാക്കിയുള്ള സമയം ഫുള്ളും എൻജോയ്മെൻറ്റും കാര്യങ്ങളും. പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയി, സിനിമയ്ക്ക് പോയി, ഫുഡൊക്കെ നമുക്ക് നല്ലൊരു ആരോഗ്യമായ ഒരു ഫുഡാണ് ഇവിടെ വന്നിട്ട് ഞാൻ കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിച്ചാലും ഇവിടെ കിട്ടുന്ന ഫുഡ്സ് വന്നിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്ക്. നല്ല ശരീരത്തിനും എല്ലാം നല്ലൊരു തൃപ്തിയായി ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ഫുൾ എക്സസൈസും മെഡിറ്റേഷനും ക്ലാസ്സസും എല്ലാം നല്ലൊരു ഭംഗിയൊന്നും കൂടിയില്ല, അതിനെക്കാട്ടിലും മുകളിൽ അതെനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല. ഒരു നല്ല മനസ്സിന് ഒരു തൃപ്തിയായുള്ളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ട്രീറ്റ്മെൻറ്റും പറയുന്നത് ഫുൾ ആൻഡ് ഫുൾ സക്സസ് ആയിട്ട് മാത്രമേ ഇവിടെ നിന്ന് നമ്മൾ പോവുകയുള്ളൂ. അത് ഈ ബന്ധപ്പെടുന്നതിൻ്റെ മാത്രമല്ല, അല്ലാണ്ട് നമ്മൾ ലൈഫിൽ എന്തൊക്കെ വേണം, ഈ നമ്മൾ പാർട്ട്ണറും നമ്മളും ഒക്കെ എങ്ങനെ ജീവിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് നമ്മൾ അറിഞ്ഞിട്ടാണ് പോണത്. അതുകൊണ്ട് ഇനിയുള്ള ജീവിതം പറയുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടത് ഇല്ലാണ്ട് ആ ഒരു മറന്നു പോണ ഒരു സംഭവം പോലെയാണ് ഇവിടെ നിന്ന് പുറത്തു പോണത്. അങ്ങനെ ഒരു ഫീലിംഗ് നല്ലോണം എനിക്കുണ്ടായിരുന്നു. ഫിംഗറിംഗ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ തുടക്കത്തിൽ എന്താ തോന്നിയിരുന്നത്? പറ്റും എന്നൊക്കെ തോന്നിയിരുന്നോ? ഇല്ല, സത്യമായിട്ടും ഇല്ല. സിസ്റ്റേഴ്സ് വന്ന് വിളിക്കും, നമ്മളെ വിളിച്ചിട്ട് ഫിംഗറിങ് ഇടണം പറയുമ്പോൾ ആ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് പോണ വരെ ഉള്ളൂ ആ ഒരു ടെൻഷനും ഇതൊക്കെ. പിന്നെ ഉള്ള ആ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെറുതെ ഒന്നും അറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഫിംഗറിങ് നമ്മൾ ചെയ്തിട്ടുണ്ടോ അങ്ങനെ പറയുന്നതേ തോന്നുള്ളൂ. ഒരു പേടി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയി ഫിംഗറിങ് ഇത്രയും വർഷം നടക്കാതെ ഒരു കാര്യം ഒരു സെക്കൻഡ് കൊണ്ട് എനിക്കൊക്കെ നടന്ന്. ആ ഒരു സെക്കൻഡ് ഞാൻ കരഞ്ഞു ശരിക്കും പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ആ ഫിംഗറിങ് അവിടെ ഉള്ളിൽ പോയിട്ടുണ്ട് അങ്ങനെ പറയുന്നതേ അറിയാത്ത പോലെ അങ്ങനെ 2 പ്രാവശ്യം നമ്മളൊരു പ്രത്യേക രീതിയിൽ എക്സസൈസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ വജൈന ഫിംഗറിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പോലെയാണ് അല്ലേ? അതാണ്, നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മൾ കുത്തി കയറ്റാനോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ആ ഒരു എക്സസൈസിൻ്റെ കാര്യമായിട്ട് സ്മൂത്തായിട്ട് അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യവും ടൈലറ്റർ ആയാലും എല്ലാം നമ്മളായിട്ട് ചെയ്യാത്ത പോലെ ഒരു നല്ല രീതിക്ക് എക്സസൈസിൻ്റെ പ്ലാനിങ് മാം ചെയ്തിട്ട് വേറെ എവിടെയും ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്തായിരുന്നാലും കിട്ടില്ല.
അങ്ങനത്തെ ഒരു നല്ലൊരു അത് പറയാൻ പറ്റില്ല. ചിലപ്പോ ഇതേപോലെ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ, നമുക്ക് അറിയില്ല. അല്ലേ, ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, എനിക്കൊരു നല്ല തൃപ്തിയായതും ഒരു കുറച്ചും കൂടി എൻ്റെ ലൈഫിൽ ഒരു സപ്പോർട്ടും ഒരു ധൈര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന് മലയാളം കുറച്ചുകൂടി നന്നായി പഠിച്ചു. വളരെ മിടുക്കിയായിട്ട് വീഡിയോയിലൊക്കെ പറയുന്നു. എനിക്ക് അതിശയം ഇപ്പോൾ കേട്ടോ, നന്ന മിടുക്കിയായിട്ട് വളരെ സ്മാർട്ടായിട്ട് പറയുന്നു. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ +2 വരെ പഠിച്ചു. +2 വരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇനി വല്ലതും പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, ഇപ്പൊ അങ്ങനെ ഒന്നും തോന്നണില്ല. ഇനി ഭാവിയിൽ തോന്നിയാലും പഠിക്കണം ഉണ്ട്. കാരണം പഠിച്ചാൽ നന്നായി പഠിപ്പ് വരുന്ന കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കുക മാത്രമല്ല, അതെങ്ങനെ സംസാരത്തിലൂടെ പറഞ്ഞ് വേറൊരാളെ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കും എന്നുള്ളതും സുകന്യക്ക് നന്നായിട്ട് അറിയാവുന്ന ഇപ്പതേ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. മിടുക്കി. നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും, ഞാൻ മെയിനായിട്ടും ഈ സെക്ഷൽ മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആണിനാവാം, ചിലപ്പോൾ പെണ്ണിനാവാം, ചിലപ്പോൾ രണ്ടുപേർക്കും ആവാം. അപ്പം അത് കാരണം ഒരുപാട് ആളുകൾ കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെടാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കുറച്ച് പ്രോബ്ലം സിവിയർ ആയിട്ടുള്ളപ്പം നമ്മളുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുമ്പം ഞങ്ങളതൊരു പ്രത്യേക രീതിയിലാണ് ട്രീറ്റ് ചെയ്ത് വിടുന്നത്. അത് ബാച്ചായിട്ട് ചില ബാച്ചിൽ ഒരു 5 കപ്പിൾസ് ഉണ്ടാവും, ചില ബാച്ചിൽ ഒരു 6 പേരുണ്ടാവും. ഇപ്പോഴുള്ള ബാച്ചിൽ 9 കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാച്ചായിട്ട് കപ്പിൾസിനെ എടുത്ത് ഒരു 15-20 ദിവസം നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ, അതൊരു രോഗിയെ പരിചരിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിലല്ല, ഈ കപ്പിൾസിന് ഒരുപാട് കൗൺസിലിങ്ങും കുറേ എക്സസൈസസും കുറേ ഗ്രൂപ്പ് സെഷൻസും കുറേ മോട്ടിവേഷൻ സീരീസും ഇതെല്ലാം ചെയ്ത് ഒരു 15-20 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കുക മാത്രമല്ല, ഇവരേത് പ്രശ്നത്തിനാണോ വന്നത് അത് ശരിയാക്കുന്നതിനോടൊപ്പം നമുക്ക് ലൈംഗികതയെക്കുറിച്ചും അതായത് സെക്ഷുവാലിറ്റിയെക്കുറിച്ച് തന്നെ ആകെ മൊത്തം നമ്മളിൽ പലർക്കും, പൊതുജനങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക ജീവിതം നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ ബാക്കി ആ ഒരു മേഖലകളും നന്നായിരിക്കണം അല്ലേ? നമ്മൾ തമ്മിലുള്ള വൈകാരിക ബന്ധം, ഇമോഷണൽ ഇൻറ്റിമസി, മെൻ്റൽ ഇൻറ്റിമസി, ബാക്കി പല കാര്യങ്ങളും വേണമല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം എങ്ങനെ നല്ല രീതിയിൽ വളർത്തി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അതേപോലെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളർത്തിയെടുക്കുന്നത്, എങ്ങനെയാണ് കൺഫ്ലിക്ട്സ് എല്ലാം മാനേജ് ചെയ്യണത്, എങ്ങനെയാണ് ഒരു നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു പോകേണ്ടത് എന്നതിനെക്കുറിച്ചും എല്ലാം ഒരു ഏകദേശ ധാരണ കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ ഗ്രൂപ്പ് സെഷൻസിലൂടെയൊക്കെ ചർച്ച ചെയ്ത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ട്, കുറച്ചുകൂടിയൊക്കെ നല്ലതാക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടിയൊക്കെ സ്ട്രോങ് ആവാനുണ്ട്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് വിട്ടുകളയാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടും എല്ലാം ചർച്ച ചെയ്ത് അതിനാവശ്യമുള്ള നിർദ്ദേശങ്ങളും സജഷൻസും എല്ലാം നൽകിയാണ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ 2024 ഫെബ്രുവരി ബാച്ചിൻ്റെ 9 കപ്പിൾസിൽ ഏറ്റവും ആദ്യം ഇവിടെ നിന്ന് ശരിയായി പോകുന്നത് സുകന്യയും മണിയുമാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ, അതിപ്പം ഇതുവരെ ബന്ധപ്പെടാത്തതാണെങ്കിലും ശരി, അതല്ല ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരു കുട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നം വരുന്നത് എന്നുണ്ടെങ്കിലും ശരി, ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം വിവാഹ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യം അല്ലേ? അപ്പം ഇത് ഇല്ലെങ്കിൽ ബാക്കി പല കാര്യങ്ങൾക്കും പ്രശ്നം വരും, ഇതുണ്ടെങ്കിൽ ബാക്കി പല കാര്യങ്ങളും ശരിയായി വരികയും ചെയ്യും. അപ്പം എല്ലാം പരസ്പര പൂരകമാണ് അല്ലേ? അപ്പം ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയവും കുറച്ച് പൈസയും കുറച്ച് ബന്ധപ്പാടും ഒക്കെ സഹിച്ചാലും അത് നമുക്കെപ്പോഴും നല്ലതിനാകും. ഇതെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്ത് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഏത് ഡോക്ടറാണോ ഉള്ളത് ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവർ കുഞ്ഞുങ്ങൾ വരുന്നതിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ടും അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും മിക്കപ്പോഴും പറയണത്, അല്ലെങ്കിൽ വല്ല ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ കാര്യമായിരിക്കും പറയണത്. നിങ്ങൾ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവർ ഡിപ്രഷനുള്ളൊരു മരുന്നും അങ്ങനത്തെ കൗൺസിലിംഗ് മാത്രമായിരിക്കും ചെയ്യണത്. നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ എക്സസൈസസും കാര്യങ്ങളും മാത്രമായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ കൗൺസിലിങ്ങിന് പോയാൽ അവർ കൗൺസിലിംഗ് മാത്രമായിരിക്കും ചെയ്യുന്നത്. എന്നാൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് ആണിനായാലും പെണ്ണിനായാലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ശരീരം മനസ്സ് ഒരുമിച്ച് നമുക്ക് ശരിയാക്കി വരാനുള്ള എല്ലാ തരത്തിലുള്ള കൗൺസിലിങ്ങും എക്സസൈസസും മരുന്നുകളും ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മുടെ ഭക്ഷണം, നമ്മുടെ വ്യായാമം, നമ്മുടെ സ്ട്രെസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നമ്മുടെ ഉറക്കം, ഇങ്ങനെ നമ്മുടെ ജീവിതശൈലി, നമ്മുടെ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ പ്രശ്നം, വെയിറ്റ് കുറവാണെങ്കിൽ പ്രശ്നം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്താലേ നമുക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയ ഏതെങ്കിലും ഒരു ഡോക്ടറായിട്ടില്ലെങ്കിൽ 2-3 ഡോക്ടേഴ്സിൻ്റെ അടുത്തായിട്ട്, ചില കാര്യത്തിന് ഒരാളുടെ അടുത്ത്, വേറെ ചില കാര്യത്തിന് ഒരാളുടെ അടുത്ത്, അങ്ങനെയെങ്കിലും നിങ്ങൾ പോവുക.
അപ്പം എപ്പോഴും എല്ലാ സ്ഥലത്തും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഇൻ്റർകോഴ്സ് ശരിയാക്കാൻ വേണ്ടി ചടപടാ വന്നിട്ട് വേറെ ഒന്നും പറഞ്ഞു കൊടുക്കാണ്ട് ചുമ്മാ എന്തെങ്കിലും ചെയ്ത് പറഞ്ഞു വിടാം. നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം. നമുക്ക് നല്ല രീതിയിൽ ആ റൂട്ട് ലെവലിൽ തന്നെ ഫൗണ്ടേഷൻ തന്നെ ശരിയാവണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ട് വന്നിരുന്നത്. ഇനിയും ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് മോഡിഫൈ ചെയ്ത് വരിക. ഇന്നലെ ഞാൻ ചോദിച്ചു, നമ്മൾ ഇത്രയും ഇങ്ങനെ 15 ദിവസം 20 ദിവസം ഇരുത്തി ഇത്രയും എക്സ്പെൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് പകരം ജസ്റ്റ് ഒരു ദിവസം ഒരു 10 മിനിറ്റ് മതി ചടപടാന്ന് വന്നിട്ട് ഒരു 10-15 ദിവസം വന്ന് എങ്ങനെയെങ്കിലും ബന്ധപ്പെടുക എന്നുള്ളൊരു കാര്യം മാത്രം സാധിപ്പിക്കുന്ന രീതിയിൽ ചെയ്താൽ മതിയോ? ഇവരെല്ലാം പറഞ്ഞു, അയ്യോ അങ്ങനെ പാടില്ല, അങ്ങനെ അയ്യാൽ ശരിയാവില്ല, ഇങ്ങനെ തന്നെ വേണം, ഇതിന് പറ്റുന്നവർ സമയമാകുമ്പോൾ വരും അല്ലേ. ഞാൻ അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത്. ഇനി ഭാവിയിൽ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ അനുഭവ കഥ എല്ലാവരും കേട്ട് കാണും മുഴുവനായിട്ടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ 2x സ്പീഡിലിട്ട് കേട്ടാലും മതി. അപ്പം വേഗം പകുതി സമയം കൊണ്ട് തീരും. ഈ കഥ മാക്സിമം ആളുകളുമായിട്ട് ഷെയർ ചെയ്യുക. ഇതേപോലത്തുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് വരാം. അങ്ങനെയുള്ളവർ ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറോടോ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് നിങ്ങൾക്കുള്ള വിഷമങ്ങളെല്ലാം മാറ്റുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.